കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരോട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു കേസിൽ ഒരു ഭർത്താവിന് വേറെ ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നും ആ വിഹിത ബന്ധത്തിൻ്റെ തെളിവായിട്ട് ഭാര്യ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഈ ഭർത്താവ് വേറെ ഒരു സ്ത്രീയുമായിട്ട് ഫോണിൽ ചാറ്റ് വോയിസ് മുഖാന്തരം സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ റെക്കോർഡ്സാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ബി എൻ എസും അതുപോലെ തന്നെ പുതിയ എവിഡൻസ് ആക്ട് പ്രകാരവും ഇലക്ട്രോണിക് എവിഡൻസുകൾ എന്ന് പറയുന്നത് കോടതിയിൽ തെളിവായി സ്വീകരിക്കും എന്നുള്ളത് അറിയാം. അപ്പോൾ ഈ കോടതിയിൽ തെളിവായിട്ട് ഭർത്താവിന് വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭർത്താവും വേറൊരു പെൺകുട്ടി നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പ് കോടതിയിൽ ഹാജരാക്കിയത്. ആ ഓഡിയോ ക്ലിപ്പ് ഓൺ ചെയ്തപ്പോൾ അതിലുള്ള ശബ്ദം എന്ന് പറയുന്നത് ഈ പെൺകുച്ചിൻ്റെ ശരിക്കുള്ള ഭർത്താവിൻ്റെ ശബ്ദം തന്നെയാണ്. അപ്പുറത്തുള്ളതും എന്ത് തന്നെയാണ്, വേറെ ഒരു സ്ത്രീയുടെ ശബ്ദമാണ്. ഇത് രണ്ടും സെയിം തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഭർത്താവിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ ഭർത്താവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധവുമില്ല, ഞാൻ അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ഫോണിലൂടെ ഇതുപോലെ സംസാരിച്ചിട്ടുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കോടതിയിലെത്തിയിട്ടുള്ള തെളിവിൽ എന്തുണ്ട്, സംസാരിച്ചതിൻ്റെ പ്രൂഫാണ് കോടതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കെതിരെ നിങ്ങൾ വേറൊരു സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ഇതുപോലെ കോടതിയിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഇങ്ങനെയും ഒരു സാധ്യത ഉണ്ടാകുവാനുണ്ട്. ആ സാധ്യത എന്താണെന്നുള്ളത് ഈ ഭർത്താവ് അന്വേഷിച്ച് പോയപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സംസാരിക്കുന്ന ശബ്ദം, ഏതെങ്കിലും ഒരു ആളോട് സംസാരിക്കുന്ന ശബ്ദത്തിൻ്റെ 3 സെക്കൻഡ് മാത്രം ഡ്യൂറേഷനുള്ള നിങ്ങളുടെ ശബ്ദം കിട്ടിക്കഴിഞ്ഞാൽ ആ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ വരെ സംസാരിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ AI വോയിസ് ക്ലോൺ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ശബ്ദം AI വോയിസ് ക്ലോൺ ആണോ എന്ന് നമ്മൾ സംശയം പ്രകടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും കോടതി അത് തെളിവായിട്ട് സ്വീകരിക്കുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണിക് എവിഡൻസുകൾ ഇപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമായതുകൊണ്ട് ഇതുപോലെ കേസ് തെളിയിക്കുവാൻ വേണ്ടി എതിർ കക്ഷിയുടെ ശബ്ദമോ ഫോട്ടോയോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരുപാട് ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കാത്ത ഇതുപോലുള്ള വോയിസ് വരികയാണ് എന്നുണ്ടെങ്കിൽ കോടതിയോട് തീർച്ചയായും ഇത് AI വോയിസ് ക്ലോൺ ടെക്നോളജി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വോയിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കോടതിയോട് നമുക്ക് അഭ്യർത്ഥിക്കുവാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.